കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ നിധി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ സുഭാഷ് ഏട്ടനോടും അനിയന്മാരോടും യാത്ര പറഞ്ഞ് നേരത്തെ തന്നെ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അവൾ പോയതിനു ശേഷം സുധീഷ് ഉറക്കമുണരുന്നുണ്ട്. അവന്റെ മനസ്സിലേക്ക് തലേ ദിവസം നടന്ന മോശമായ സംഭവങ്ങളെല്ലാം ഓടിയെത്തുകയാണ്. ആ സമയത്താണ് സുഭാഷ് ഏട്ടൻ റൂമിലേക്ക് വന്ന് അവനെ മൈൻഡ് ചെയ്യാതെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നത്. അത് കണ്ട് സുധീഷും ചാടി പിടഞ്ഞെഴുന്നേറ്റ് സുഭാഷ് ഏട്ടനെ പിടിച്ചു നിർത്തി സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. സുഭാഷും ദേഷ്യത്തോടെ പറയുക, എടാ നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് അറപ്പ് തോന്നുക. ഇത്ര നെറികെട്ടവനാണ് നീ എന്ന് ഞാൻ അറിഞ്ഞില്ലടാ. അനിയനാണെന്ന് പറയാൻ പോലും എനിക്ക് നാണം തോന്നുന്നു. ആ പെണ്ണിനോട് നീ ചെയ്തത് എന്താണെന്നറിയോ എന്ന് സുഭാഷ് ചോദിക്കേ. സുഭാഷ് ഏട്ടാ അത് പിന്നെ എന്ന് ഒരു പതർച്ചയോടെ നിൽപ്പ സുധീഷും. അവനെ തടഞ്ഞുകൊണ്ട് ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട. എന്റെ വായിന്ന് എന്താ വീഴുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്നെയൊക്കെ എന്താ വേണ്ടെന്നറിയോ? രാത്രി ആ കുട്ടിയുടെ മുറിയിൽ രഹസ്യമായിട്ട് കയറുക, കഥക് കുറ്റിയിട്ടിട്ട് അവളുടെ കടലിൽ പോയി കിടക്കുക. നീ പറഞ്ഞില്ലേ, നീ ഇന്നലെ പറഞ്ഞില്ലേ അവൾ നിന്റെ ഭാര്യയാണെന്ന്? മാരിറ്റൽ റേപ്പ് എന്നൊരു വകുപ്പുണ്ട്, അറിയോ നിനക്ക്? ഭാര്യയുടെ റൂമിൽ കയറി അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്നു. എടാ നീയും പത്രത്തിൽ കാണുന്ന റേപ്പിസ്റ്റുകളും തമ്മിൽ എന്ത് വ്യത്യാസമാടാ ഉള്ളത് എന്ന് സുഭാഷ് ചോദിക്കേ. സുഭാഷ് ഏട്ടാ അങ്ങനെയൊന്നും ഇല്ലെന്ന് ടെൻഷനോടെ സുധീഷും പറയുന്നുണ്ട്. ദേ എന്റെ കൺമുന്നിൽ നീ ഇനി പെട്ടുപോകരുതെന്ന് സുഭാഷ് പറയേ. എന്റെ സുഭാഷ് ഏട്ടാ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതാന്നേ എന്ന് സുധീഷ് പറയേ. ദേഷ്യോ? എന്ത് ദേഷ്യടാ അത്? ദേഷ്യം വന്ന ഒരു പെണ്ണിന്റെ മുറി കയറി വേണ്ടതിനും കാണിക്കാണോ ചെയ്യേണ്ടത് എന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെന്നേ, നിങ്ങൾ വെറുതെ പറയുന്നതെന്ന് സുധീഷും. അത് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട്, മറിച്ച് നീയും ആ കുട്ടിയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അത് അങ്ങനെയൊരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നേ സുഭാഷ് ഏട്ടൻ എന്തൊക്കെയാ പറയുന്നതെന്ന് സുധീഷും. ഒന്നുമില്ലെങ്കിലും നീ പഠിച്ചവനല്ലേടാ. ഒരു പെൺകുട്ടിയോടൊത്ത് എങ്ങനെ പെരുമാറേണ്ടെന്ന് നിനക്കറിയില്ലടാ. നിന്നെ വിശ്വസിച്ച് നിന്റെ കാറിൽ കയറുന്നവരോട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എത്തുകയാണ്. ഇയാൾ ഉപദേശിച്ച് നേരം കളയണം സുഭാഷ് ഏട്ടാ, വെറുതെ എന്തിനാ സമയം കളയുന്നത്, ഇങ്ങോട്ട് വരാൻ നോക്ക് വാ എന്ന് സുഭാഷ് ഏട്ടനെ വിളിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാ ഹരീഷ്. ആകെ ടെൻഷനോടെ സുധീഷ് സ്ഥലത്തിലെത്തുമ്പോഴേക്കും അവിടെ കോളേജിൽ പോവാൻ റെഡിയാവുന്ന നികേഷിനെ കണ്ട്, എടാ നികേഷേ, എടാ സോറിടാ, സത്യമായിട്ടും ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാടാ എന്ന് പറയാൻ മിണ്ടാതെ പോവാൻ നോക്ക് എന്ന് ദേഷ്യത്തോടെ നികേഷും. അവൻ അവിടെ നിൽക്കായിരുന്ന ഹരീഷിന്റെ അടുത്തേക്ക് ചെന്ന്, അടീശ മോനെ അറിയാതെ പറ്റിപ്പോയതാടാ. എടാ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലടാ, നിനക്ക് അറിഞ്ഞൂടെ എന്നെ എന്നവന്റെ തോളത്ത് കൈവച്ച് ചോദിക്കേ. കൈ എടുക്കടോ, മാറി നിൽക്ക് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സുഭാഷ് ഏട്ടനോട് യാത്ര പറഞ്ഞ് ഹരീഷ് ഇറങ്ങി പോവുക. എടാ ഹരീഷെ പറയുന്നൊന്ന് കേൾക്കടാന്ന് പറഞ്ഞ് സുധീഷ് അവന്റെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും ഹരീഷ് മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. പിന്നീട് അവൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും നികേഷിനുള്ള ലഞ്ച് ബോക്സുമായി സുഭാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ വട്ടം പിടിച്ച്, സുഭാഷ് ഏട്ടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ, സത്യമായിട്ടും ഞാൻ ഇനി ആവർത്തിക്കില്ല സുഭാഷ് ഏട്ടാ, പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഭാഷും അത് മൈൻഡ് ചെയ്യാതെ നികേഷിനെ ലഞ്ച് ബോക്സ് കൊടുത്ത് അവന് പോക്കറ്റ് മണിയും കൊടുത്ത് കോളേജ് കഴിഞ്ഞ് എവിടെയും കറങ്ങാൻ നിൽക്കാതെ ഇങ്ങോട്ട് പോന്നേക്കണം എന്ന് പറയേ. ശരിയെന്ന് സമ്മതിച്ച് നികേഷും കോളേജിലേക്ക് പോവുകയാ. സുഭാഷും ജോലിക്ക് ഇറങ്ങാൻ തുടങ്ങുന്നേരം, സുഭാഷ് ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, സുഭാഷ് ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്ക്, സുഭാഷ് ഏട്ടാ എന്നെ ഒന്ന് നോക്കെങ്കിലും ചെയ്യ് സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തേ. ദേഷ്യത്തോടെ അവനെന്ന് നോക്കി കൈ ഇടറാ എന്ന് പറയേ. സുധീഷും ആ പിടി വിടുകയാ. അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് സുഭാഷും ജോലിക്കിറങ്ങി പോകുന്നുണ്ട്. ആകെ വല്ലാത്തൊരവസ്ഥയിൽ സങ്കടത്തോടെ അവൻ നിധിയുടെ റൂമിന് നേരെ നടന്നെടുക്കുമ്പോഴേക്കും അങ്ങോട്ട് വന്ന അച്ഛനും, ഡാ അവള് പോയി, അവിടെ ഇല്ല, നേരത്തെ ജോലിക്ക് പോയി എന്ന് പറയേ. സുധീഷും ദേഷ്യത്തോടെ അങ്ങോട്ട് ഓടി വന്ന് അച്ഛന്റെ കോളറിനിട്ട് പിടിക്കുക. അവന്റെ കൈ വിടുവിച്ച്, നീ ഇത്രത്തോളം മണ്ടനായി പോയല്ലോടാ എന്നച്ഛൻ ചോദിക്കെ. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് സുധീഷും പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായത് നിങ്ങൾ ഒരൊറ്റ ആള് കാരണമാ. വെറുതെ ഇരുന്ന എന്നെ പിരികേറ്റി ഇവിടം വരെ എത്തിച്ചില്ലേ, അച്ഛനാണെന്ന് പറയാൻ നാണമാവുന്നില്ലേ നിങ്ങൾക്ക് എന്ന് സുധീഷ് ചോദിക്കെ. എടാ അത് തിരിച്ച് ഞാനല്ലേടാ നാറി പറയേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനാ ഞാൻ നിന്നോട് പറഞ്ഞത്, അല്ലാതെ മുഴുക്കെ കള്ളു കുടിച്ച് അവളുടെ റൂമിലോട്ട് കയറി ചെന്ന് അവളുടെ കൂടെ കട്ടിൽ കിടക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോടാ നാറി എന്നച്ഛൻ ചോദിക്കേ. ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിക്കാൻ വന്നോ? നിങ്ങളായിട്ട് എന്റെ തലയിൽ കയറി ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പൊ എന്നെ ഉപദേശിക്കാൻ വരിക എന്ന് സുധീഷ് ചോദിക്കേ. നീ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ. ഒരു പെണ്ണിനെ നുണ പറഞ്ഞ് പറ്റിച്ച് ഭാര്യയാക്കാൻ ബുദ്ധി ഉണ്ടായിരുന്നവന് ഈ കാര്യത്തിൽ ബുദ്ധി ഉണ്ടായില്ലേ എന്നച്ഛൻ പരിഹസിക്കേ. സുധീഷും ദേഷ്യത്തോടെ ടേബിളിനിട്ടടിച്ച്, ദേ ഇത്രയും കാലം നല്ലൊരു പേരുണ്ടാക്കിയിട്ട് ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു പേര് സമ്പാദിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ പറ്റാത്തതിൽ സങ്കടമുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞോ, പറ. അവളിപ്പോ എന്നെ എങ്ങനെയാ കാണുന്നതെന്നറിയോ? മിണ്ടാതെ എന്റെ മുന്നിൽ നിന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞു കടന്നു പോവാൻ എന്നവൻ സങ്കടത്തോടെ അലറുകയാ. അത് കേൾക്കെ ഒന്നും മിണ്ടാതെ അച്ഛനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. ഓഫീസിലെത്തിയ നിധി ലാപ്പ് പോലും തുറക്കാതെ ആകെ ടെൻഷനോടെ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ. ഞാൻ അന്യനൊന്നുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ.
നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞതല്ലേ, ഞാനതിന് പിന്നെ പുറത്തു കിടക്കണം എന്ന് സുധീഷിന്റെ വാക്കുകളോർത്ത് അസ്വസ്ഥതയോടെ ഇരിക്കുന്ന നിധിയെ ദിവ്യ ശ്രദ്ധിക്കുന്നു. ആലോചനയിലിരിക്കുന്ന നിധിയെ ദിവ്യ 2-3 തവണ വിളിക്കുന്നുണ്ട്. ഒരു ഞെട്ടലോടെ അവൾ വിളികൾക്കേ നിധി നീ ഓക്കെയാണോ എന്ന് ദിവ്യ ചോദിക്കുക. അതെ ഓക്കെയാ എന്ന് നിധി പറയേ. ഇന്ന് ഭയങ്കര ഡള്ളാണല്ലോ എന്ന് ദിവ്യ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, രാത്രി ശരിക്കും ഉറങ്ങിയില്ല, അതായിരുന്നു നിധിയും. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദിവ്യ ചോദിക്കേ. പ്രശ്നമൊന്നുമില്ല, എന്താണെന്നറിയില്ല, ഉറക്കം വന്നില്ലെന്ന് നിധിയും. ഡള്ളായിരിക്കുന്നുണ്ട്, ചോദിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദിവ്യ വീണ്ടും തന്റെ ജോലിയിലേക്ക് തിരികുക. പുറത്തെടുത്ത് ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷ് നിധിയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിധിയും ലാപ്പ് തുറന്ന് ജോലി ചെയ്യാൻ തുടങ്ങുകയാണ് സുധീഷിന്റെ മെസ്സേജ് വരുന്നത്. അവൾ അതെടുത്ത് വായിച്ചു നോക്കി മറുപടിയൊന്നും കൊടുക്കാതെ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. അവൾ വായിച്ചെന്ന് മനസ്സിലാക്കി സുധീഷും മറുപടിയൊന്നും ഇല്ലല്ലോ, വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും സുധീഷ് അവളുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും റിപ്ലൈ നൽകാതെ ആകെ ഇറിറ്റേഷൻ ആവുന്ന നിധിയും ദിവ്യയോട് ഒരു കോഫി കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുക. ദിവ്യ അത് സമ്മതിക്കെ അവൾ ദിവ്യയുടെ കൂടെ കോഫി കുടിക്കാനായി പോവുകയാ. സുധീഷ് അപ്പോഴും അവളുടെ മൊബൈലിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുക. അവൾ കോളെടുക്കാത്തതിനെ തുടർന്ന് സുധീഷും ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവുന്നുണ്ട്. പിന്നീട് ദിവ്യയും ഒരുമിച്ച് കോഫി കുടിക്കാനിരിക്കെ നിധി ചോദിക്കുന്നുണ്ട്, ദിവ്യ നിന്റെ ഹോസ്റ്റൽ എവിടെയാന്ന്? അധികം ദൂരമില്ല, ബസ്സിൽ കയറിയ 4ാമത്തെ സ്റ്റോപ്പ് എന്ന് ദിവ്യ പറയെ. അവിടുന്ന് ഓഫീസിലേക്ക് എത്ര സമയം എടുക്കുമെന്ന് നിധിയും. മാക്സിമം 15 to 20 minutes. എന്തേന്ന് ദിവ്യ ചോദിക്കേ. അവിടെ ഒഴിവുണ്ടോന്ന് നിധിയും. നിധിക്കാണോ എന്ന് ദിവ്യ ചോദിക്കേ. അതെ എന്നവൾ പറയേ. ഇപ്പൊ എന്താ പെട്ടെന്ന്? റിലേറ്റീവ്സിന്റെ വീട്ടിൽ നിൽക്കാണെന്നല്ലേ പറഞ്ഞത് എന്ന് ദിവ്യയും ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ്, പക്ഷെ അവിടുന്ന് വന്നു പോവാൻ ഇത്തിരി പാടാ. ബസ് ചിലപ്പോ കൃത്യമായിട്ട് കിട്ടിയെന്ന് വരില്ല, കുറെ നേരം യാത്രയ്ക്കായി മാറ്റിവെക്കണം. അതാ അടുത്ത് വല്ല ഹോസ്റ്റലും കിട്ടുമെന്ന് ചോദിച്ചത്. ദിവ്യ ഹോസ്റ്റലിലാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത് എന്നവൾ പറയേ. റിലേറ്റീവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദിവ്യ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ ഏതെങ്കിലും ഹോസ്റ്റലിൽ നീക്കാനായിരുന്നു പ്ലാൻ. പെട്ടെന്ന് വേണ്ട, എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ട് മതി എന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ വീട്ടിലും ആള് കൂടുതലാ, എനിക്ക് പോരുന്നതിന് മുന്നേ ലഞ്ച് ഉണ്ടാക്കി തരണം, അതൊക്കെ അവർക്ക് പാടല്ലേ എന്ന് നിധി പറയേ. പക്ഷേ ഹോസ്റ്റലിലെ ഫുഡിന്റെ കാര്യം ഇത്തിരി മോശമാണെന്ന് ദിവ്യ പറയേ. അതൊന്നും സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഒഴിവുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറാം എന്ന് നിധി പറയേ. ശരി ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് ദിവ്യയും സമ്മതിക്കുന്നുണ്ട്. അവിടെ മെക്കാനിക്കൽ ഷോപ്പിലായിരുന്ന ഹരീഷ് ചന്തുവിനോട് ടിറ്റോ പറയാണ്ട് ലീവ് എടുത്തതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അറിയില്ല ബ്രോ, വിളിച്ചിട്ട് കിട്ടിയതുമില്ലെന്ന് ചന്തു പറയേ. നാളെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് സുധീഷ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവന്റെ ഇരിപ്പ് കണ്ട് സുധീഷ് ഏട്ടന് എന്തു പറ്റി, ആകെ ഒരു ഗ്ലിറ്റടിച്ചാണല്ലോ വരവ് എന്ന് ചന്തു ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടനെ പനിയാടാന്ന് ഹരീഷ് പറയേ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ചന്തു ചോദിക്കേ. എന്നാ ഒന്ന് തൊട്ടു നോക്കെന്ന് ഹരീഷ് അവനോട് ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാനായി പറയുമ്പോഴേക്കും അതെന്താ ഇപ്പൊ ഒരു ചായ കൂടി എന്ന് ചന്തു പോയിട്ട് വാടാന്ന് ഹരീഷ് പറയേ. സീനിന്ന് ഒഴിവാക്കുവാണല്ലോ, അപ്പോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ചന്തു ചായ വാങ്ങിക്കാനായി പോവുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും ഹരീഷ് തന്റെ ജോലി തുടങ്ങുകയാണ്. നിനക്ക് ഞാൻ മോശമാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്കും കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടോ എന്ന് സുധീഷ് ഹരീഷിനോടായി ചോദിക്കേ. അതെപ്പോ കണ്ടാലും അങ്ങനെ തന്നെയല്ലേ എന്ന് ഹരീഷും. എടാ ഹരീഷേ എന്താടാ ഇങ്ങനെ എന്ന് സുധീഷ് ചോദിക്കേ. പിന്നെ എങ്ങനെയാ വേണ്ടത്, കാണിച്ച പോക്കൃത്തരം ന്യായീകരിക്കണമെന്നാണോ എന്ന് ചോദിച്ച് ഹരീഷ് അവന്റെ അരികിലേക്ക് ചെന്നിരുന്ന് ശരി അത് വിട്ടേക്ക്, പക്ഷേ ഒന്ന് ആലോചിക്കായിരുന്നു എന്ന് ഹരീഷ് പറയേ. എനിക്ക് ന്യായീകരിക്കാൻ ഒന്നുമില്ലടാ, ഞാൻ ചെയ്തത് വലിയ തെറ്റു തന്നെയാ. ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു നടന്ന് തല പുണ്ണാക്കിയിട്ടാ ഞാൻ. എടാ അവളുടെ കൂടെ ഒരല്പം സമയം പോലും ചെലവാക്കാൻ അവൾ അവസരം തരുന്നില്ല. സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയ ദിവസം കണ്ടില്ലേ, അവൾ സമ്മതിച്ചില്ല. അവസാനം ചെന്നപ്പോഴോ അവിടെയും കുഴപ്പമായി. അത് മാത്രമല്ല അച്ഛന്റെ വക പരിഹാസം വേറെയും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും കുടുംബജീവിതം തുടങ്ങാത്ത ഞാൻ എന്തോ ഒരു മൊണ്ണയാണെന്ന വിധത്തിലാ അച്ഛന്റെ സംസാരം. എടാ എല്ലാം കൂടി ഓർത്തപ്പോ എന്റെ തല അങ്ങ് പെരുത്തുപോയി. എടാ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോ ജീവിതം ആരംഭിച്ചേനെ. ഞാൻ മാത്രം ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നിപ്പോവും. ശരിക്കും എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായി, അതിനു പുറമെ കള്ളും എന്ന് സുധീഷ് പറയേ. അച്ഛൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും അനുസരിക്കാറുണ്ടോ? ഈ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് പോയി അനുസരിച്ചു അല്ലേ? സുധീഷ് ഏട്ടന് ഏട്ടത്തിയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത് കാണിക്കാൻ ഇതാണോ ചെയ്യേണ്ടത് എന്ന് ഹരീഷ് ചോദിക്കേ. എടാ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ മുറിയിലേക്ക് കയറി ചെന്നേ ഉള്ളൂ. എടാ അല്ലെങ്കിലും ഞാനല്ലേ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നത്, അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞാനല്ലേന്നോ? അതിനേട്ടത്തി സുധീഷ് ഏട്ടനെ എങ്ങനെ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, അത് സുധീഷ് ഏട്ടനും അറിയുന്നതല്ലേ, എന്നിട്ടാണോ ഞാനല്ലേന്ന് ചോദിക്കുന്നത്? നമ്മുടെ വീട്ടുകാരോട് ഏടത്തിക്ക് ഒരുപാട് വിശ്വാസമുണ്ടായിരുന്നു, അതും പോയി. ഇത്രയ്ക്കും ആയിട്ടും ഏടത്തി ഇനിയും അവിടെ നിൽക്കണമെന്ന് നമ്മൾ പോലും ആഗ്രഹിക്കാൻ പാടില്ല. ചേട്ടൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഹരീഷ് തീർത്തു പറയുന്നുണ്ട്. എടാ എന്താടാ ഇനി ചെയ്യാ? സോറി പറയാൻ വിളിച്ചാ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ചാ അവൾ അത് കാണുന്നുണ്ട് പക്ഷെ റിപ്ലൈ തരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുക. എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് സുധീഷ് ടെൻഷനോടെ പറയും. ഹരീഷും അവിടുന്ന് എഴുന്നേറ്റുകൊണ്ട് അതേ ഒന്നും ചെയ്യണ്ട, ഓരോന്നൊക്കെ ചെയ്യാൻ പോയിട്ടാ ഇതെല്ലാം വരുത്തി വെച്ചത്, അതുകൊണ്ട് കുറച്ചു നേരം വെറുതെ ഇവിടെ കുത്തിയിരിക്കെന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ ജോലിയിലേക്ക് തിരിയുക.
പിന്നീട് ദിവ്യ ഒരു ഓട്ടോയിൽ നിധിയെയും കൂട്ടി തന്റെ ഹോസ്റ്റലിലേക്ക് എത്തുകയാ. ഓട്ടോയിൽ നിറങ്ങി ഇതാണ് ഹോസ്റ്റൽ എന്ന് ദിവ്യ പരിചയപ്പെടുത്ത റൂം ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഉണ്ടാവും, ഇല്ലെങ്കിൽ വാടാൻ എവിടെയെങ്കിലും സ്ഥലമുണ്ടാക്കും. നീ കോണി ചുവട്ടി കിടന്നോളെന്ന് പറഞ്ഞ ഉടനെ അവിടെ ഒരു കട്ടില് ശരിയാക്കി തരും. അതാ ആള്, വാ എന്ന് വിളിച്ച് ദിവ്യ നിധിയെ വാർഡന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൾ വാർഡന്റെ അരികിലേക്ക് ചെന്ന് ഗുഡ് ഈവനിങ് പറയുമ്പോഴേക്കും അവൾക്കും ഗുഡ് ഈവനിങ് പറഞ്ഞ് ഇതാരാ, ഗസ്റ്റിനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ മാഡം, ഇതെന്റെ ഗസ്റ്റായിട്ട് വന്നതല്ല, ഇവിടെ താമസിക്കാൻ റൂം ഉണ്ടോന്ന് അറിയാൻ വന്നതാ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാ, പേര് നിധി എന്ന് ദിവ്യ പരിചയപ്പെടുത്ത ഇവിടെ സിംഗിൾ റൂമും ഷെയറിംഗ് റൂമും ഉണ്ട്. സിംഗിൾ റൂമിന് ഫുഡ് അടക്കം 10,000 രൂപ മന്ത്ലി, ഷെയറിങ്ങിന് 7,000 എന്ന് വാടം പറയേ. ഷെയറിംഗ് മതിയെന്ന് നിധിയും. 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണമെന്ന് വാടം പറയേ. മാഡം അതൊന്ന് കുറയ്ക്കാവോ എന്ന് ദിവ്യയും ചോദിക്കുന്നുണ്ട്. അത് ഇപ്പോഴാണ് എനിക്കൊരു ജോലി കിട്ടിയത്, 1 മാസത്തെ വാടക അടച്ചാൽ മതിയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. പ്ലീസ് മാഡം എന്ന് ദിവ്യ കൂടി റിക്വസ്റ്റ് ചെയ്യേ. വാർഡൻ ശരി എന്ന് സമ്മതിക്കുകയാ. റൂമൊന്നും കാണാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കേ. അതിനെന്താ, വരൂ എന്ന് വിളിച്ച് അവളെയും കൊണ്ട് റൂം കാണിക്കാനായി പോവുകയാ വാർഡൻ. അവൾക്ക് റൂം കാണിച്ചു കൊടുത്ത 2 പേരാ ഇതില്. അത് ബാത്റൂം, മുറി വൃത്തിയാക്കാൻ ഇവിടെ ആളുണ്ട്, പക്ഷേ ബാത്റൂം നിങ്ങൾ തന്നെ വൃത്തിയാക്കണം. ഭക്ഷണം കഴിക്കാൻ താഴെ മെസ്സിൽ വരണം. രാവിലത്തെ ചായ അവിടെ കെറ്റിലുണ്ടാവും. 8-നും 9-നും ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉച്ചയ്ക്കുള്ളത് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. വീക്കെൻഡിൽ 1 മണിക്കും 2 മണിക്കും ഇടയിൽ ലഞ്ച്. രാത്രി 8-നും 9-നും ഇടയിൽ ഡിന്നർ. വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്, എസ്പെഷ്യലി ബോയ്സ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ രാത്രി 11 മണിക്ക് ശേഷം ഗേറ്റ് അടയ്ക്കും, പിന്നെ തുറക്കില്ല. ഇനി എന്തെങ്കിലും എന്ന് വാർഡൻ ചോദിക്കേ. ബാത്റൂം ഒന്ന് കാണണമായിരുന്നു എന്ന് നിധിയും. ആയിക്കോട്ടെ എന്ന് വാർഡൻ സമ്മതിക്കേ. നിധി ബാത്റൂം പോയി കാണുന്നുണ്ട്. അവൾ തിരികെ വരുമ്പോഴേക്കും ഓക്കെ അല്ലേ എന്ന് വാർഡൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് അവൾ പറയേ. അവളെയും കുട്ടി ഓഫീസിലേക്ക് പോവുകയാ വാർഡൻ. അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്ന ദിവ്യയും എന്താ നിധി ഇഷ്ടായോ എന്ന് അവളോടായി ചോദിക്കേ. എനിക്ക് ഓക്കെ ആണെന്ന് നിധിയും. ആധാർ കാർഡ് തരൂ എന്ന് വാർഡൻ ചോദിക്കേ. അവൾ തന്റെ ആധാർ കാർഡ് എടുത്തു കൊടുക്കുകയെ. അവരത് മൊബൈലിൽ ഫോട്ടോ എടുത്ത് അവൾക്ക് തിരികെ കൊടുത്ത് എപ്പോഴാ ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പോയി സാധനം എടുത്ത് ഇന്നു തന്നെ വരാമെന്നാ വിചാരിക്കുന്നേ എന്ന് നിധി പറയേ. വരുമ്പോ നിങ്ങളുടെ ലോക്കൽ ഗാർഡിയൻ ആരാണോ അവരെയും കൂട്ടി വരണം. അവരുടെ ഡീറ്റെയിൽസും സൈനും വേണം എന്ന് പറയേ. ശരി എന്ന് നിധിയും സമ്മതിക്കുക. അഡ്വാൻസ് അടയ്ക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കുക. നിധി കുറച്ചു ക്യാഷ് എടുത്ത് കൊടുക്കുക. അത് വാങ്ങിച്ച് വരുമ്പോ റെസിപ്റ്റ് എഴുതി വെക്കാമെന്ന് വാർഡൻ പറയേ. ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധി ഇറങ്ങാൻ തുടങ്ങുകയാണ്. ദിവ്യയോടായി ഞാൻ പോയി ബാഗും സാധനങ്ങളും എടുത്തിട്ട് വരാം എന്നവൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവൾ നേരെ പോയത് സുഭാഷിന്റെ പണി സൈറ്റിലേക്കായിരുന്നു. അവിടെ ജോലി ചെയ്യുകയായിരുന്ന സുഭാഷ് ഏട്ടനെ നോക്കി ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് നിധിയുടെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും നിധി അത് മൈൻഡ് ചെയ്യാതെ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ച് സുഭാഷ് ഏട്ടനെയും കൂടി ഹോസ്റ്റലിലേക്ക് ആ രാത്രി തന്നെ വീട് വിട്ടിറങ്ങുന്നതും നിധി വീട് വിട്ടുപോയതിന് കാരണക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞ് സുധീഷ് അച്ഛനെ കുറ്റപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.